വോട്ട് ബാങ്കിന്റെ വലിപ്പം മാത്രം നോക്കി നീതിയും നിയമവും നടപ്പാക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് താക്കീതായി കർഷകരക്ഷ നസ്രാണി മുന്നേറ്റം പടർന്നു പന്തലിക്കുന്ന കാഴ്ച. കർഷക സമൂഹവും ക്രൈസ്തവ സമുദായവും ഇത്രയുമധികം അവഗണന നേരിടുന്ന സാഹചര്യത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത സാമുദായിക സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷകരക്ഷ നസ്രാണി മുന്നേറ്റം എന്ന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ സംസ്ഥാന തലങ്ങളിൽ ക്രൈസ്തവ സമുദായവും കർഷക സമൂഹവും നേരിടുന്ന അനീതികളും വിവേചനങ്ങളും നിരവധിയാണ്. റബ്ബറിന് താങ്ങുവില പോയിട്ട് ചെറിയൊരു ആശ്വാസം പോലുമില്ല. മൃഗങ്ങൾ യഥേഷ്ടം കാടിറങ്ങി മനുഷ്യരെ കൊന്നെടുക്കുമ്പോഴും കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ മാറ്റമില്ല. ESA, ബഫർ സോൺ, പട്ടയ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾക്ക് അളവില്ല. ജനങ്ങളുടെ സംയമനം മറയാക്കി പ്രശ്നങ്ങൾ കണ്ടിൽ നിന്നടിക്കുന്ന ജനാധിപത്യ സർക്കാരുകൾ. ഈ സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത AKCCയുടെ നേതൃത്വത്തിൽ കാർഷിക രക്ഷാ നസ്രാണി മുന്നേറ്റം ഈ ദിവസം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഗവൺമെൻറ്റുകളും ഉദ്യോഗസ്ഥന്മാരും അതിനോട് ചേർന്നുള്ള കൃഷി വകുപ്പുമൊക്കെ ഈ പ്രശ്നങ്ങളെ വിലമതിക്കുകയും അത് പരിഹരിക്കുവാനുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം നെൽകർഷകരും കേര കർഷകരും മറ്റ് ചെറുകൃഷികളുമൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള വില ലഭിക്കേണ്ട ഇടത്ത് ആ വില ലഭിക്കാതെ പോകുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കർഷകർക്ക് അവരുടെ നെല്ല് വിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് പണം ലഭിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് പണം ലഭിക്കുന്നത് ലോണായിട്ടാണ് ലഭിക്കുന്നത്. അത് തിരിച്ചടയ്ക്കാൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ആ പണം ബാങ്കിലേക്ക് വരാൻ താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീടൊരു ലോൺ എടുക്കുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള ബാങ്കിൻ്റെ നിയമം തടസ്സമാകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾക്ക്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും സ്കൂൾ ടീച്ചേഴ്സ് അതുപോലെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുവാൻ പണം നീക്കി വെക്കുന്നത് പോലെ തന്നെ കുട്ടനാട്ടിലെ കർഷകർ നെല്ല് വിറ്റാൽ ഉടനെ തന്നെ അവർക്ക് നെല്ലിൻ്റെ വില ലഭിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഗവൺമെൻറ് തന്നെ അത് ആസൂത്രണം ചെയ്ത് ക്രമപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് കുട്ടനാട്ടിലെ കർഷകർക്ക് വളർച്ചയുണ്ടാവണമെങ്കിൽ, അവർക്ക് സന്തോഷത്തോടെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ നെല്ലിൻ്റെ വില വിറ്റാൽ ഉടനെ തന്നെ ലോൺ അല്ലാതെ ബാങ്ക് വഴിയോ മറ്റ് ഏജൻസി വഴിയോ ആളുകൾക്ക് ലഭിക്കുന്ന സജ്ജീകരണങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് കർഷകർക്ക് ഓരോ വർഷവും വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന നെല്ലിൻ്റെ വില കേരള ഗവൺമെൻറ് കൂട്ടുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്ന തുക കുറച്ചുകൊണ്ട് കർഷകർക്ക് ലഭിക്കേണ്ട തുക അത് കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ നെല്ല് വിൽക്കുമ്പോഴുള്ള ഹാൻഡ്ലിംഗ് ചാർജാണ്. പലപ്പോഴും ഹാൻഡ്ലിംഗ് ചാർജ് വളരെ കുറവാണ്. കാരണം വാരുന്നവർക്കും ചുമക്കുന്നവർക്കും നിറയ്ക്കുന്നവർക്കുമൊക്കെ ഉള്ള കൂലി കൊടുക്കുന്നത് അത് കൂടുതലാണ്. അത് ശരിക്കും ഗവൺമെൻറ് തന്നെ കർഷകർക്ക് നൽകേണ്ട ഒരു ചാർജാണ്. ആ ഒരു മൂന്നാമത്തെ ആ ഒരു കാര്യം കൂടെ ഈ കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് വേണ്ടി ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റും നല്ല തീരുമാനമെടുത്ത് കർഷകർക്ക് അനുകൂലമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവർ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെയും മാനസിക പ്രശ്നങ്ങളെയും ഈ 3 പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ഗവൺമെൻറ് അവരോട് ചെയ്യുന്ന വലിയൊരു ഔദാര്യമായിരിക്കും എന്നുകൂടി അവസരത്തിൽ ഓർമ്മിപ്പിക്കും. അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെടുകയും കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ വന്യമൃഗ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വളരെയേറെ ആളുകളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ശരിക്കും വന്യമൃഗങ്ങൾ വനത്തിൽ ജീവിക്കേണ്ടതാണ്. അത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റും വനം വകുപ്പ് മന്ത്രിയുമൊക്കെ അത് വളരെ അടിയന്തരമായിട്ട് ഏറ്റെടുക്കുകയും ഇങ്ങനെയുള്ള ജനങ്ങളുടെ ഭീഷണി ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുടെ കൃഷിയും അവരുടെ ജീവനും വില കൽപ്പിച്ചുകൊണ്ട് അതിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും മുൻപോട്ട് വരണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കും. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വോട്ട് ബാങ്കിന്റെ വലിപ്പം മാത്രം നോക്കി നീതിയും നിയമവും നടപ്പാക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കൺമുൻപിൽ പൗരാവകാശ ബോധത്തിൻ്റെയും സമുദായ ശക്തിയുടെയും ചെറുത്തുനിൽപ്പ് എന്ന നിലയിൽ ഈ മുന്നേറ്റം ഒരു മുന്നണി പോരാട്ടമായി പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്.